അത് കേരളത്തിലെ പ്രതിനിധി സ്നേഹമുള്ള സഹോദരരെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരരുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, 1973 നമ്മുടെ ഇടവകയിലെ ഒരു അമ്മയും അപ്പനും 2 ചെമ്പുതൊട്ടുകൾ നേർച്ച ചെയ്തു. ഇതവയുടെ കാണിക്ക പോലെ ഒന്ന് ബാപ്റ്റിസ്റ്റമ്മയും ഒന്ന് ബഹുമാനപ്പെട്ട മാത്യച്ചൻ. ആ അപ്പനും അമ്മയെ ഞാനിതോട് വലിയ പ്രത്യേകമായിട്ട് ഓർത്തു. അന്ന് അവർ നൽകിയ തമ്പുരാന് നൽകിയ ആ 2 ചെമ്പുതൊട്ടുകളാണ് ഇന്ന് തമ്പുരാൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സ്വർഗത്തിലെ സ്വർണ്ണ നാണയങ്ങളാക്കി മാറ്റിയത് എന്നുള്ളതിൽ നമുക്കേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം എന്ന് ഇത്തരത്തിൽ ശ്രമിക്കുകയാണ്. അച്ഛൻ്റെ പട്ടം കിട്ടിയിട്ട് 20ാമത്തെ വർഷമാണ് ഞാൻ സെമിനാരിൽ ചെയ്തത്. 93 അച്ഛൻ 73 തിരുപ്പട്ടം കിട്ടിയത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മാത്യച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അച്ഛനായിരുന്നു. തിരുത്തിപ്പറമ്പ് ഇടവക എപ്പോഴെങ്കിലുമൊക്കെ പുറം നാടുകളിലും കേരളത്തിന് പുറത്തും ഒക്കെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്യച്ചൻ കൂടെയാണ്. കാരണം ഡോൺ ബോസ്കോ റെപ്രസെന്റേഷൻ സിസ്റ്റേഴ്സ് വിളിക്കുന്നത് ഒരു പക്ഷേ എന്നേക്കാളും ഈ അച്ഛനെ കുറിച്ച് അനുസ്മരിക്കാൻ യോഗ്യതയും അർഹതയൊക്കെ ഉള്ള ബഹുമാനപ്പെട്ട ജോസഫ് തൈക്കാരനാണ്. അച്ഛൻ ഒരുമിച്ച് സഭയിൽ അവരിപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അച്ഛൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ അച്ഛന് വേണ്ടി കൂടെ ഈ അനുസ്മരണ സന്ദേശം നൽകുന്നത്. എനിക്ക് ഞാൻ സെമിനാരിൽ ചേരുമ്പോഴൊക്കെ ഒരു വൈദിക വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു മാതൃക ബഹുമാനപ്പെട്ട മാത്യച്ചനായിരുന്നു. എത്രത്തോളം ഓടിയെത്താൻ സാധിച്ചു എന്നുള്ളതിൽ ഇപ്പോഴും നിരാശയിരിക്കുന്നത്. ഒരിക്കലും മാത്യച്ചൻ ആരോടും ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്നും ഇന്നൊക്കെ ഒരേ പ്രായം. അച്ഛൻ മരിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ മാത്യച്ചനെ കാണുന്ന സമയത്തുള്ള പ്രായം തന്നെയാണ്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പച്ചൻ അമ്മച്ചി ഇത്തിരി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അതാണ് അച്ഛൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്നിരിക്കുവാണ്. അച്ഛന് കിട്ടിയതൊക്കെ അച്ഛൻ ദാനം ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛന് കൃത്യമായിട്ടുള്ള ഒരു ബോധമുണ്ടായിരുന്നു വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അച്ഛന് കിട്ടിയിട്ടുള്ള പിതൃസ്വത്ത് പോലും അവസരപിതാവിന് കൊടുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, മാത്യച്ചൻ നമുക്ക് മുന്നേ പറഞ്ഞ പക്ഷിയാണ്. ഇടവകയിലെ ആദ്യത്തെ വൈദികൻ, ഇടവകയിൽ നിന്നുള്ള സ്വർഗത്തിലെ ആദ്യത്തെ വൈദികൻ. നമുക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട മാത്യച്ചൻ നമുക്ക് വേണ്ടി ഒരു വിശുദ്ധൻ കൂടി സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാൻ, നമുക്ക് ആശ്വസിക്കാം. ഞാൻ സെമിനാരിയിലെ ആലുവ സെമിനാരിയിലാണ് പഠിച്ചിട്ടുള്ളത്. അന്ന് ഞങ്ങളുടെ സെമിനാരിയിലെ മംഗലപ്പുഴ സെമിനാരിയിലെ തീരത്തുകൂടെ പുഴ വിളിക്കുന്നത് ആലുവപ്പുഴ. ഞങ്ങളുടെ ബാച്ചിൽ കേട്ട മാള ഇടവാക്കാരനായ പിന്നോ ഇടാട്ടുകാരൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഞങ്ങൾക്ക് കുളിക്കാൻ അനുവാദമില്ലെങ്കിലും അലക്കാൻ അനുവാദമുണ്ട്. മിക്കവാറും കുട്ടികൾ പ്രദേശത്ത് അലക്കുന്നതിനിടയിൽ സോപ്പ് ധരിച്ചു പോകുന്ന സ്വാഭാവികമാണ്. സോപ്പ് എടുക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോപ്പ് എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് ചാടി. കുളിക്കാൻ അനുവാദമില്ല. അപ്പോൾ സോപ്പ് എടുക്കാനായിട്ട് പുഴയിലേക്ക് ചാടിയ കൂട്ടത്തിൽ എന്നും സോപ്പ് പോകാൻ 2-3 പ്രാവശ്യം സോപ്പ് പോകും. പക്ഷെ അനുവാദമുള്ള സോപ്പ് എടുക്കാൻ മാത്രം. അങ്ങനെ ഒരു ദിവസം 1999 ഫെബ്രുവരി 14 എൻ്റെ ക്ലാസ്മേറ്റ് അന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പുഴയിൽ സോപ്പ് എടുക്കാൻ പോയതാണ്. ശിവരാത്രി ആയിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ആലുവ മണപ്പുറത്ത് ഈ കാഴ്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പതിയാരത്തെ വികാരിച്ചത് ആ ബ്രദർ കൂടി സോപ്പ് എടുക്കാൻ വെള്ളത്തിലേക്ക് ചാടിയ കൂട്ടത്തിൽ ആ ബ്രദർ മുങ്ങി മരിച്ചു. അന്ന് ഞങ്ങൾ ബറിയലിന് പോയപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ആ ബ്രദറിൻ്റെ വീട്ടുകാരൊക്കെ ഒത്തിരി സങ്കടത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ ചുരുക്കുകയാണ്, പട്ടത്തിന് ശേഷം ഞങ്ങൾ 116 പേര് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. ആലുവ സെമിനാരിയിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പട്ടത്തിന് ശേഷം അവിടെ കുർബാന ചെല്ലാനായിട്ട് പോയി. മാള പള്ളിയിലെ പിന്നോട്ടാട്ടുകാരും പോയി ഒപ്പീസ് ചെല്ലി കഴിഞ്ഞപ്പോൾ അന്ന് അപ്പനും അമ്മയും പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ ഓർമ്മിക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ അപ്പനും അമ്മ എന്ന് പറഞ്ഞു, അന്ന് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പിന്നോ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. കാരണം അതുവരെ ചേട്ടനൊരു ജോലിയില്ലായിരുന്നു, പെങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കുമായിരുന്നു, അപ്പനമ്മയ്ക്ക് രോഗാവസ്ഥയായിരുന്നു. ഈ ഒരു 4-5 വർഷത്തിനുള്ളിൽ പിന്നോ ബ്രദർ അവിടെ പോയതിനു ശേഷം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ അറിയുന്ന ഒരു വിശുദ്ധൻ സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധം ആ പാരൻസ് ഉണ്ടായി. സ്നേഹമുള്ളവരെ, നമുക്കും അഭിമാനിക്കാം. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ ഇടവക അറിയുന്ന, നമ്മുടെ തറവാട് അറിയുന്ന, നമ്മുടെ കുടുംബം അറിയുന്ന
പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കൽ പോലും ഒരുപാട് അറിവുകളുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം പുണ്യാഭ്യാസമുള്ള ഒരു വൈദികരായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു. ഇത് വെറുതെ പറയുന്നതല്ല, ശരിക്കും അച്ഛനോട് അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എന്തൊരു ചൈതന്യമാണെന്നറിയോ, എന്തൊരു നമ്മൾ അടുത്തിരിക്കുമ്പോൾ തന്നെ അതിനൊരു ഫീലുണ്ട്. നമ്മുടെ തൂമിടിപ്പിതാവിൻ്റെ അടുത്ത് പോയ പോലെ അച്ഛൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം വെറുതെ ഇരുന്നാൽ മതി, നമുക്കൊരു വലിയ ആശ്വാസമാണ്, വലിയൊരു സന്തോഷമായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യയുടെ അനുഭവമായിരുന്നു. ഒരു വിശുദ്ധിയുടെ പരിമളം ചുറ്റുമുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു വലിയ അനുഭവം, ഒരു വിശുദ്ധ അനുഭവം ആ പുണ്യാഭ്യാസത്തിലൂടെ അച്ഛൻ കൈവരിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, തിരുത്തിപ്പറമ്പ് ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി ബാധ്യസ്ഥ വഹിക്കുന്ന ഒരു വിശുദ്ധൻ സ്വർഗത്തിലുണ്ടെന്നുള്ള ആ ചിന്തയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ എല്ലാവിധ അനുശോചനങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് സംസാരം നൽകുന്നു. എന്നെ ഇങ്ങനെ ഒരു വേദിക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരിച്ചതിൻ്റെ സംഘാടകർക്കും എൻ്റെ കൂട്ടുകാരൻ പൗലോസിനും പ്രത്യേകമായി